ഇത് ഞാൻ ഉമ്മൻചാണ്ടി സാറിനെക്കുറിച്ച് 5 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു സുഹൃത്ത്, വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ്, എൻ്റെ പുസ്തകങ്ങളെല്ലാം വായിക്കുന്നത്. അപ്പം കഷി ഒരു പ്രാവശ്യം എന്നോട് ചോദിച്ചു, നിനക്കിത് മാത്രമേ എഴുതാനുള്ളൂ? ഞാൻ അതിനു മുമ്പ് ഇവിടെ വരുന്നതിന് മുമ്പ്, അതായത് PRD വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ പത്രത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം വളരെ സീരിയസ് ആഗോളവൽക്കരണം പോലെയുള്ള വിഷയങ്ങൾ ഞാൻ പുസ്തകം എഴുതിയിട്ടുള്ളതാണ്. അതിന് ബിർള ഫൗണ്ടേഷൻ്റെ ഫെലോഷിപ്പൊക്കെ കിട്ടിയിട്ടുള്ള അത്രയും സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ ചെയ്തിട്ടുള്ള ഞാൻ ഈ തുടർച്ചയായിട്ട് ഇവിടെ വന്നതിന് ശേഷം ഞാൻ മറ്റൊന്നും എഴുതിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇത് മാത്രം എഴുതിയാൽ മതിയോ എന്നിങ്ങനെ എന്നോടൊരിക്കൽ ചോദിച്ചു. അപ്പം ഞാനും ഓർത്തു, ഒരാളെക്കുറിച്ച് 5 പുസ്തകത്തിൽ കൂടുതലൊക്കെ എത്രയായി ഇങ്ങനെ എഴുതുക. അപ്പം ഞാൻ ആ പുസ്തകത്തിന് എൻ്റെ തലക്കെട്ട് തന്നെ വിസ്മയ തീരത്തുനിന്നാണ്. അപ്പം എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്ത ഒരു വിസ്മയത്തിൻ്റെ കൂടെ ജോലി ചെയ്ത ഒരു പ്രതീതിയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. കാരണം ഒരുപാട് സംഭവങ്ങൾ ഉണ്ട്. അപ്പോൾ അതെല്ലാമാണ് ഞാൻ ആ പുസ്തകത്തിനകത്തൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പം 5 പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്, ഇനി ഇതിൽ കൂടുതലൊന്നും എഴുതാനില്ല എന്നെനിക്കൊരു തോന്നലുണ്ടായി. അപ്പോഴാണ് സാറ് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വെളിപ്പെടുത്തലുകളുമായിട്ട് രംഗത്ത് വന്നത്. ഞാനതെല്ലാം, ഞാൻ ഉമ്മൻചാണ്ടി സാറിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ സമാഹരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചുള്ള മുഴുവൻ പുസ്തകങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് വന്ന വാർത്തകളുമെല്ലാം ഞാൻ ഒരു കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ പുതിയ വെളിപ്പെടുത്തലുകൾ വന്നപ്പോഴത്തേനും ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു, ഞാൻ ഈ ഒരു കുരുടൻ ആനയെ കണ്ടതുപോലെയായ, ഞാൻ അറിയാത്ത എന്തുമാത്രം കാര്യങ്ങളാണ്, എന്തുമാത്രം പുതിയ നറേറ്റീവ്സാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം മരിച്ചതിന് ശേഷം തന്നെ ഒരു 10-12 പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ വീണ്ടും എന്നെല്ലാം എടുത്തു നോക്കി. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, അവർക്കെല്ലാം, അതായത് എൻ്റെ അത്ര അസോസിയേഷൻ ഇല്ലാത്ത സാധാരണക്കാരായ ആളുകൾക്കെല്ലാം ഇങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവങ്ങൾ എഴുതുന്നില്ല എന്ന് ഞാൻ അന്നേരമാണ് ആലോചിച്ചത്. അങ്ങനെ ഇരുന്ന് പിന്നെ എൻ്റെ 2004 തൊട്ടുള്ള ഇൻട്രാക്ഷൻസ് എല്ലാം ഒന്ന് റീകളക്ട് ചെയ്ത് അതിൻ്റെ റെക്കോർഡ്സ് എല്ലാം ഒന്ന് സമാഹരിച്ച് പിന്നെ അത് എഴുത്തിലേക്ക് പോവുകയായത്. പുസ്തകത്തിന് അന്ന് ഇവിടെ കൊണ്ടുവന്ന കോപ്പിയെല്ലാം തീർന്നിരുന്നു. പിന്നെ ഇന്ന് അവർ DC ബുക്സുകാർ പറഞ്ഞത് സംസ്ഥാനം ഒട്ടാകെ നല്ലൊരു റെസ്പോൺസ് ഉണ്ട്. പിന്നെ ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഈ 2ാം വാർഷികത്തോടനുബന്ധിച്ച് കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വിവിധ പരിപാടികൾ നടന്നിരുന്നു. ഞാൻ തന്നെ ഇന്നലെ ഒരു വൃദ്ധസദനത്തിൽ അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി അനുസ്മരണം എന്നും പറഞ്ഞ്, ഞാനതിനാണ് പോയത്. അപ്പോൾ അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള, ഇപ്പോൾ രാഹുൽ ഗാന്ധി കോട്ടയത്ത് വന്നു. അപ്പോൾ ആ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വികാരവും ആ ഒരു ഫീലും ഇപ്പം കേരളത്തിൽ ഇങ്ങനെ അല തല്ലി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പുസ്തകം അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പക്ഷെങ്കിൽ ഈ പുസ്തകം സഹായകരമായിരിക്കാം. അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് സ്വീകാര്യത കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ.